ഇറാനിലെ ഏറ്റവും തന്ത്രപ്രാധാന്യമുള്ള ആണവ നിലയത്തിലെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. നത്താൻസ് ആണവ നിലയത്തിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഏകദേശം 14,000 സെൻട്രിഫ്യൂജുകൾ തകരാനുള്ള സാധ്യതകളാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി കണക്കാക്കുന്നത്. ഈ യന്ത്രങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ്. നിലയത്തിലെ വൈദ്യുതി മുടങ്ങിയാലും ശേഷിക്കുന്ന സെൻട്രിഫ്യൂജുകൾ നശിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതേസമയം നത്താൻസ് ആണവ നിലയത്തിന്റെ അന്തർഭാഗം തകർന്നതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ, വിലയിരുത്തലുകൾ ഇവ നടന്നുവരികയാണെന്നും സേന കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേൽ പൗരന്മാരെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ടെഹ്റാനിലെ അഹങ്കാരിയായ ഏകാധിപതി ഇപ്പോൾ നിഷ്ക്രിയനായ ഒരു ഭീകരനായി മാറിയിരിക്കുന്നുവെന്ന് നിസ്സഹായരായ ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ പരാമർശിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.